തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ കല്ലറ പൊളിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം ഇന്ന് തീരുമാനമെടുക്കും. പ്രദേശത്ത് കനത്ത സുരക്ഷ ഒരുക്കി കല്ലറ പൊളിക്കാനാണ് തയ്യാറെടുക്കുന്നത്. കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. അതേസമയം കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബം. കല്ലറ പൊളിക്കാനുള്ള നോട്ടീസ് ലഭിക്കുമ്പോൾ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും എന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് അറിയിച്ചു. അവരുടെ പിതാവാണ് ഒരു മരണപ്പെട്ടുപോയ വ്യക്തിയുടെ അല്ലെങ്കിൽ സമാധിയായ വ്യക്തിയുടെ ഭാര്യയാണ്. അവരുടെ ഭാഗം കൂടെ കേൾക്കണം. എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് അവരുടെ ഭാഗം കൂടെ, അതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ RDOയോടക്കം DYSPയോടക്കം അതിന്റെ കൺസേൺ പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇതിന്റെ സമാധിയായ വ്യക്തി ശ്രീ ഗോപൻ സ്വാമികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ഒരു നല്ലൊരു ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ മക്കൾ മുഖാന്തരം അദ്ദേഹം നടപ്പിലാക്കി. അതാണ് ഇവിടെ ഉറപ്പാ പൊളിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഇന്നലെ ബോധം കിട്ടിയ എനിക്ക് ഉണർവ് വന്നപ്പം ഭഗവാൻ ഏറ്റെടുത്തു എന്നുള്ളത് നാമം എനിക്ക് കിട്ടി. ഇനി ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഭഗവാനെ ഏൽപ്പിച്ചു. സമ്മതിക്കൂല. പക്ഷെ എനിക്ക് ഇനി അവിടെ വരാൻ യോഗ്യതയില്ല. കറക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് നേരിടി. ഞങ്ങൾ ഇത് ഏതൊരു ഭഗവാന് വേണ്ടി ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. ഞാൻ പറയുന്നതല്ല സമാധി സത്യം സത്യം സത്യം. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം. ഇനി ജിബിനാണ് വിവരങ്ങളുമായി ചേരേണ്ടത്. ജിബിൻ, ഒരു കാരണവശാലും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല, പക്ഷെ ഞാൻ ഇനി കല്ലറയിലേക്ക് പോവില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു. ഇന്നലെ അലറി വിളിച്ച് അവരെ അവിടുന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് കല്ലറ പൊളിക്കാൻ എത്തിയാൽ തടയും എന്നുള്ളത് തന്നെയാണോ ഹിന്ദു ഐക്യവേദിക്കാരുടെ തീരുമാനം? അഭിലാഷ്, അത് തന്നെയാണ്. കാരണം ഇന്നലെ ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വൈകാരികമായ പ്രതിഷേധമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഈ കുടുംബക്കാരെയും ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികളെ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷമാണ് സബ് കളക്ടർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ഒരു വിവരം ഇവരെ അറിയിച്ചത്. തുടർന്ന് DYSPയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷം DYSPയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അവർ പറയുന്ന കാര്യമുണ്ട്. കാരണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ വൈകാരികതയുണ്ട്, ആചാരപരമായ കാര്യമാണ്, വിശ്വാസപരമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നിയമവശമുണ്ട്. കാരണം ഇങ്ങനെ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു മരണത്തിൽ അദ്ദേഹം സ്വാഭാവികമായ മരണമാണ് ഉണ്ടായതെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ കൗൺസിലർ ആരും തന്നെ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പരാതികൾക്കൊക്കെ തന്നെ വലിയ വിലയുമുള്ളത്. കാരണം ഈ നാട്ടുകാരായാലും ബന്ധുക്കൾ ആയാൽ പോലും വലിയ രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഗോപൻ സ്വാമി ശാരീരികമായൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ആളായിരുന്നു. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് നടന്നു വന്നുകൊണ്ട് ഈ തൊട്ടുപിറകിലായി കാണുന്ന ഈ സമാധി എന്ന് പറയുന്ന ഈ ഒരു സിമന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു അറയ്ക്കകത്ത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി വരികയും പോലീസ് ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെ ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തത്. തുടർന്നാണ് ജില്ലാ കളക്ടർ ഈ സമാധി പൊളിച്ചുകൊണ്ട് ഇതിനകത്തുള്ള മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം, അതിവേഗം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെന്ന ഉത്തരവ് പോലും ഇന്നലെ രാവിലെയോടുകൂടി ഇറക്കിയത്. ഈ ഒരു ഉത്തരവ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ചുമതലയും ഏർപ്പെടുത്തിയിരുന്ന സബ് കളക്ടർക്കാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ഈ ചർച്ചയ്ക്കൊടുവിൽ ഇന്നലെ DYSP ഇവരെ അറിയിച്ചിരിക്കുന്ന കാര്യം, അത് ഇന്നലെ തന്നെ ഈ കല്ലറ പൊളിക്കുമെന്നുള്ള കാര്യം ഏത് വിധേന, കാരണം ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം പാലിക്കണം. കാരണം ഒരു മാൻ മിസ്സിംഗ് കേസ് പോലും ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കാരണം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് പ്രകാരം ഇത് പൊളിക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ കുടുംബത്തെ അറിയിച്ചിരുന്നു. ഇന്നലെ കുടുംബം ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം അവർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. കത്ത് കുടുംബത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കാര്യം കുടുംബത്തെ എന്നാണ് പൊളിക്കുന്നത്, എത്ര സമയത്താണ് ഇത് പൊളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെ കുടുംബത്തെ ഇന്ന് നേരിട്ട് അറിയിക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സബ് കളക്ടറുമായി സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരം അത് തന്നെയാണ്. ഇന്ന് തന്നെ ഈ കുടുംബത്തെ ഇത്തരത്തിലുള്ള വിവരം അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും കുടുംബവും അതുപോലെ ഈ അഡ്വക്കേറ്റും ഒക്കെ പറയുന്ന കാര്യമുണ്ട്. കാരണം ഇദ്ദേഹം ഈ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ സമാധി ആകണമെന്നുള്ളത് ഈ ഗോപൻ സ്വാമിയുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം മാത്രമാണ് കുടുംബം പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് ഈ അഡ്വക്കേറ്റും അതുപോലെ തന്നെ കുടുംബം ഒക്കെ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് എന്ത് കാരണവശാലും എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാൽ പോലും, ഈ നിയമ നടപടികൾ ഉണ്ടായാൽ പോലും ഈ ഒരു കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ ഇപ്പോൾ കുടുംബവും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയാണ്. അവിടെയാണ് ഇനിയിപ്പോൾ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇന്നിപ്പോൾ സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിക്കൊണ്ട് ഈ കുടുംബത്തിന് ഈ കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കത്തൊക്കെ തന്നെ കൈമാറി. അപ്പോൾ ഉടനെ തന്നെ നാളെ അടുത്ത ദിവസമൊക്കെ തന്നെ ആ ഒരു നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ കൂടുതൽ പോലീസിനൊക്കെ തന്നെ വിന്യസിച്ചുകൊണ്ട് കർശന സുരക്ഷാ സംവിധാനത്തിൽ ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അറിയേണ്ടത് വിവരങ്ങൾ നൽകുന്നത്